ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഇപ്പോൾ നമുക്ക് തത്സമയ ആകാശ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. പുഴയിലെ തെരച്ചിൽ അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ നീലാകാശത്തിന് താഴെ കാർമേഘത്തിൻ്റെ ഇരുള് പരന്നു കിടക്കുന്ന ഗംഗാവാലി താഴ്വരയാണ് പ്രേക്ഷകർ കാണുന്നത്. രക്ഷാപ്രവർത്തനം നിലച്ചിരിക്കുന്നു. ഇനിയുള്ളത് തയ്യാറെടുപ്പുകളാണ്. ചെറിയ 2 വെളിച്ചം മാത്രം പ്രേക്ഷകർക്ക് കാണാം. അവിടെ ഒരു രക്ഷാപ്രവർത്തനവും ഇപ്പോൾ നടക്കില്ല. ആ വെളിച്ചത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുക സാധ്യമാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് റിപ്പോർട്ടറിൻ്റെ ഡ്രോൺ ദൃശ്യങ്ങളാണ്, എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനവും ഇനി അവിടെ ഈ ഇരുട്ടിൽ സാധ്യമാവില്ല. മണ്ണിടിയിലോ ഏതെങ്കിലും പാറ കൊണ്ട് അവിടെ ഇട്ട് റിവർ ബെഡ് ഒരുക്കലോ പോലെയുള്ള പ്രവർത്തനങ്ങളെ ഉണ്ടാവൂ നിലവിൽ. പക്ഷേ ആരെയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നില്ല. അക്ഷരാർത്ഥത്തിൽ രക്ഷാപ്രവർത്തനം നിലച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. തത്സമയ ദൃശ്യങ്ങളാണ്, വ്യക്തമായ ചിത്രങ്ങളാണ്. അഭ്യൂഹങ്ങൾക്ക് പിന്നാലെ പോകണ്ട. ഈ തെരച്ചിൽ ഇന്നത്തെ അവസാനിച്ചിരിക്കുന്നു. രക്ഷാപ്രവർത്തനം ഇന്നത്തെ അവസാനിച്ചിരിക്കുന്നു. രാത്രിയിലുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. റിപ്പോർട്ടറിൻ്റെ ഡ്രോൺ ക്യാമറ പകർത്തുന്ന തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഈ ഗംഗാവാലി താഴ്വരയിൽ ഒപ്പം നാഷണൽ ഹൈവേ 66 അപകടം നടന്ന സ്ഥലത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എല്ലാ രക്ഷാപ്രവർത്തനവും അവസാനിച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തവുമാണ്. നമ്മളുടെ പ്രിയപ്പെട്ട അർജുന മണൽ കൂമ്പാരത്തിനും റോഡിൻ്റെയും ഇടയിലുണ്ട് എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആ നദി ഇപ്പോഴും ഒഴുകുന്നു. നമ്മുടെ അർജുൻ ഇപ്പോഴും ആ വാഹനത്തിനുള്ളിലുണ്ടാവാം. നമുക്കിപ്പം AK അഭിലാഷ് ഉണ്ട്. AK അഭിലാഷ്, ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അവിടെ കുറച്ച് വാഹനങ്ങളും ചെറിയ 2-3 ലൈറ്റുകളും മാത്രമേ ഉള്ളൂ. എക്സാക്ട്ലി ആ ലൊക്കേഷനിൽ ആരും തന്നെ ഇല്ല എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ രക്ഷാപ്രവർത്തനം അവസാനിച്ചു. അവിടെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരം രക്ഷാപ്രവർത്തനം നിർത്തിപ്പോകുന്നത് പോലെ ഇന്നിപ്പോൾ എല്ലാവരും അവസാനിപ്പിച്ചു മടങ്ങി എന്ന് വേണം കരുതാൻ, അല്ലേ? തീർച്ചയായിട്ടും അരുൺ, സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇന്നിപ്പോൾ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് രാത്രി വരെ, അതായത് 11 മണി വരെ രക്ഷാപ്രവർത്തനം തുടരുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഈ എക്സ്കവേറ്റർ സംവിധാനം ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ കനത്ത മഴയായിരുന്നു. പ്രതികൂല സാഹചര്യത്തിൽ ഇത്രയും പ്രതിസന്ധി നിറഞ്ഞ കാലാവസ്ഥയിൽ എന്തായാലും ഈ രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തീർപ്പായിരുന്നു. കാരണം 3 മണി മുതൽ ഇത്തരത്തിലുള്ള ശക്തമായ മഴ ഈ മേഖലയിലുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. ഒരു പക്ഷേ അന്ന് ദുരന്തമുണ്ടായതിന് സമാനമായ ഒരു സാഹചര്യമായിരുന്നു ഇവിടെ എന്ന് വേണം പറയാൻ. ആ ഒരു സാഹചര്യത്തിൽ രക്ഷാദൗത്യം നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും അവസാന നിമിഷത്തേക്ക്, അതായത് ഏതാണ്ട് 5:30 3 മണി to 5:30 വരെയുള്ള സമയം വളരെ പ്രതിസന്ധി നിറഞ്ഞ സമയത്ത് പോലും അവർ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നെയും ഇരുട്ടി വീഴുന്ന ഒരു സാഹചര്യം വരുന്നത് കൂടി അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ സാധ്യമല്ലാത്ത രീതിയിലേക്ക് എത്തിയതോടുകൂടിയാണ് JCBയുടെ പ്രവർത്തനം ആദ്യഘട്ടത്തിൽ അവർ നിർത്തിവെച്ചു. പിന്നീട് ഈ ക്രെയിനുകളുടെ പ്രവർത്തനം അവസാന ഘട്ടത്തിൽ നിർത്തിവെക്കുകയും ചെയ്തു. പിന്നെ ഹിറ്റാച്ചിയുടെ ഒക്കെ പ്രവർത്തനം നിർത്തിവെച്ചു. അവസാന ഘട്ടത്തിലാണ് ഈ എക്സ്കവേറ്ററിന്റെ പ്രവർത്തനം നിർത്തിവെച്ചത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഏതായാലും തീർത്തും ദുഷ്കരമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നത്തെ രക്ഷാദൗത്യം അവസാനിപ്പിക്കേണ്ടി വന്നത്. പ്രത്യേകിച്ച് സ്കൂബ ടീമിനടക്കം നദിയിൽ പരിശോധന നടത്താൻ പോലും കഴിയാത്തൊരു സ്ഥിതിയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ ബോട്ട് മുകളിലേക്ക് നീങ്ങുക പോലും ചെയ്യാതെ താഴോട്ട് വലിഞ്ഞു പോകുന്ന നമ്മൾ നിരന്തരം കാണുന്നുണ്ടായിരുന്നു. ഈ ഇത്രയും ദുഷ്കരമായ സാഹചര്യത്തിൽ യാതൊരു കാരണവശാലും ഈ സ്കൂബ ടീമിന് ഇവിടെ മുങ്ങിയുള്ള പരിശോധന സാധ്യമാവുമായിരുന്നില്ല. അത്തരത്തിൽ മറ്റൊരു പരിശോധന സാധ്യമാവുമായിരുന്നില്ല. ആ ഒരു ഘട്ടത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിയതെന്ന് വേണം നമുക്ക് കരുതാൻ. ഏതായാലും ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ ആകാശ ദൃശ്യങ്ങളാണ്. പൊതുവെ അപകടം നടന്നില്ലെങ്കിൽ വളരെ സുന്ദരമായ ഒരു പ്രദേശമാണ് ഈ ഷിരൂരിൽ. ഈ അപകടം നടന്ന സ്ഥലവും ലക്ഷ്മണന്റെ ധാബയിൽ നിൽക്കുന്ന സ്ഥലവുമെല്ലാം. ഒരു ഭാഗത്ത് ഗംഗാവാലി പുഴ ശാന്തമായി ഒഴുകുന്നു, മറുഭാഗത്ത് ഇങ്ങനെ പച്ച വിരിച്ചു നിൽക്കുന്ന ഷിരൂർ കുന്നുകളാണ്. ആ കുന്നുകളാണ് ഇടിഞ്ഞ് ഇറങ്ങി അവിടെ വന്നത്. നോക്കൂ, ആ ഒറ്റ ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ പ്രേക്ഷകരോട് നേരത്തെ സൂചിപ്പിച്ചിരുന്നില്ലേ, ഞങ്ങൾ അന്ന് ഈ സംഭവ സ്ഥലത്ത് ഏകദേശം ഇതേ സമയത്താണ് അവിടെ നിൽക്കുന്നത്. ആ സമയത്ത് കണ്ട 2 ഫ്ലഡ് ലൈറ്റുകൾ മാത്രം, ഒരേ ഒരു വാഹനത്തിൻ്റെ 2 ഫ്ലഡ് ലൈറ്റുകൾ. ഇത് 16-ാം തീയതി വൈകുന്നേരം മുതൽ അവിടെ ഇട്ടിരിക്കുന്ന ലോറിയാണ് എന്നത് പ്രേക്ഷകർ ആലോചിക്കണം. അതല്ലാതെ മറ്റൊരു ലൈറ്റോ മറ്റൊരു സംവിധാനമോ അവിടെ ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് കാരണമായി റവന്യൂ വകുപ്പ് മന്ത്രി എന്നോട് പറഞ്ഞത് അത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം രാത്രിയിൽ അവിടെ ആൾ സാന്നിധ്യം ഉണ്ടാവാൻ പാടില്ല, എപ്പോൾ വേണമെങ്കിലും മണ്ണിടിഞ്ഞു വരാം എന്നുള്ളത് കൊണ്ടാണ്. ശരി, അതൊരു സെക്യൂരിറ്റി ത്രെട്ടാണ്, നമ്മളത് ഉൾക്കൊള്ളുന്നു. പക്ഷേ അവിടെ കൂടുതൽ വെളിച്ചമോ കൂടുതൽ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവേണ്ടതല്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമാണ്. പക്ഷേ 2 ചെറിയ ഫ്ലഡ് ലൈറ്റുകൾ മാത്രമാണ് അവിടെ പ്രകാശിക്കുന്നത്. ഇന്നവിടെ ഒരു പ്രവർത്തനവും നടക്കില്ല. ഇന്ന് രാത്രിയിൽ ഒരു തൊഴിലാളി പോലും അവിടെ ഉണ്ടാവില്ല. NDRFൽ ഒരു ഉദ്യോഗസ്ഥനും അവിടെയില്ല, SDRFൽ ഉദ്യോഗസ്ഥനും ഇല്ല. നമ്മൾ കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല, ഇതാണ് ആക്ച്വലി അവിടെ നടക്കുന്നത് എന്ന് മാത്രം നമ്മൾ സൂചിപ്പിച്ചതാണ്. പരിമിതികൾ ഉണ്ടാവും. NDRFിൻ്റെ പ്രോട്ടോക്കോളുണ്ട്. ആ പ്രോട്ടോക്കോൾ അനുസരിച്ചായിരിക്കും അവർ നടക്കുക. പക്ഷേ എല്ലാ പ്രോട്ടോക്കോളിനും അപ്പുറം ഒരു മനുഷ്യൻ ഈ ശാന്തമായി ഒഴുകുന്ന പുഴയിൽ ആ ലോറിക്ക് ഉള്ളിലുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഇപ്പോഴും ആശങ്കയേറ്റുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. അവൻ്റെ പ്രിയപ്പെട്ടവർ അവനെ കാത്തിരിക്കുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു നാട് അർജുൻ്റെ
കുടുംബമായി തീർന്നിരിക്കുന്നു. ഒരു വീട് എന്നുള്ളതൊരു നാടായി മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ആ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ദൂരെ കാണുന്ന കാഴ്ച കൊങ്കൺ റെയിൽവേയുടെ പാതയാണ്, കൊങ്കൺ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമാണ് കാണുന്നത്. ഇതും കടന്നൊരു 6 കിലോമീറ്റർ വീണ്ടും സഞ്ചരിച്ചാൽ ഗോകർണം പുഴയിലെത്തും. അത് കർവാറിലൂടെയാണ് ഇത് പോകുന്നതും അവിടെയാണ് അഴിമുഖത്ത് ചെന്ന് ചേരുന്നതും. നേരത്തെ ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടു പോയ 2 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഈ ഗോകർണം പുഴയുടെ അഴിമുഖത്താണ്. അതിലൊരാളെ കണ്ടെത്തിയതാവട്ടെ കടലിൽ മറ്റൊരു അനാഥമായ സ്ഥലത്തുമാണ്. ഈ പുഴ വലിയ ഒഴുക്കുള്ള പുഴയായി ഇപ്പോൾ മാറിയിരിക്കുന്നു. ശാന്തമായി ഒഴുകുന്ന പുഴയാണ്. 26 അടിയോ മറ്റുമാണ് അതിൻ്റെ നടുമധ്യത്തിലെ പലയിടങ്ങളിലെയും താഴ്ച. പക്ഷേ വ്യത്യസ്ത നിലകളിലാണുള്ളത്. പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകളിൽ ഉദ്ഭവിച്ചിരുന്ന ഗംഗാവാലി പുഴയുടെ 30 മീറ്റർ അകലെ, തീരത്തു നിന്നും 30 മീറ്റർ അകലെ 15 മീറ്റർ ആഴത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവൻ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ അവൻ ഉറക്കത്തിലായിരിക്കും. ഉണരാത്ത ഉറക്കത്തിലാണോ എന്നതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. സാധ്യതകൾ വളരെ വിരളമാണെന്ന് പ്രേക്ഷകർക്കും അറിയാം. പക്ഷേ എങ്കിലും മിറക്കിളുകളിൽ നമ്മൾ വിശ്വസിക്കുന്നു. ശാസ്ത്രീയമായ ഒരു തെളിവുമില്ല നമുക്കങ്ങനെ മിറക്കിളിൽ പോലും വിശ്വസിക്കാൻ എന്നുള്ളതും വാസ്തവമാണ്. പക്ഷേ നമുക്കവനെ തിരികെ എടുക്കേണ്ടതുണ്ട്. ആ കാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘത്തിൽപ്പെട്ട 5 പേരും വ്യത്യസ്ത ക്യാമറകളുമായി വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് തത്സമയം ദൃശ്യങ്ങൾ നൽകുന്നു. ഒപ്പം ഈ ആകാശ ദൃശ്യങ്ങൾ പകർത്താൻ ഞങ്ങളുടെ ഹെലികാമുണ്ട്. നാളെ ഒരുപക്ഷേ ഈ ഹെലികാമിൻ്റെ ദൃശ്യങ്ങൾ എത്രത്തോളം നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ല. കാരണം നാളെ 2.5 കിലോമീറ്റർ ഉയരത്തിൽ പറക്കുന്ന ഈ NDRF സംഘത്തിൻ്റെ ഇന്ദ്രപാലൻ്റെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ കൂടിയാണ് നടത്തുക. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം പ്രസക്തമാണ്. ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു ഒബ്ജക്റ്റിനെ, നമുക്കിനി അത് കരയ്ക്കെത്തിക്കുകയല്ലേ വേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ അപ്പോഴും മറ്റൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. 80% വരെ പ്രോബബിലിറ്റി പറയുമ്പോഴും 20% സാധ്യത ആ ടവറിനാകാൻ സാധ്യതയുണ്ടെങ്കിലോ എന്നൊരു ചോദ്യം അപ്പോഴും ബാക്കി നിൽക്കുന്നു. ഗംഗാവാലിപ്പുഴ ഇപ്പോൾ നിശബ്ദമായി ഒഴുകുന്നു. രക്ഷാപ്രവർത്തനം ഒഴിഞ്ഞ ഒരു പ്രദേശം പോലെ, ആളൊഴിഞ്ഞു നിൽക്കുന്ന ഒരു വീട് പോലെ ഇപ്പോൾ ആ പ്രദേശം കാണപ്പെടുന്നു. അനാഥമാക്കപ്പെട്ട ഒരു സ്ഥലം പോലെ അനാഥമാക്കപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരും ആ പുഴയിലുണ്ട് എന്ന സങ്കടം സഹിക്കവയ്യ. ഇപ്പോഴും അവനെ കാത്തിരിക്കുന്ന കുടുംബമുണ്ട്. അവരിലേക്ക് രക്ഷാപ്രവർത്തനം നാളെ രാവിലെ ആരംഭിക്കും. 6-7 മണിയോടുകൂടി വീണ്ടും NDRFൻ്റെയും SDRFൻ്റെയും പ്രവർത്തകർ അവിടെ എത്തും. നേവിയുടെ സ്കൂബ ഡൈവേഴ്സും നാളെ അവിടെ എത്തും. ഇന്ന് വലിയ തിരച്ചിലിൽ അവർ പരമാവധി ശ്രമിച്ചു. പക്ഷേ ആ ഒബ്ജക്റ്റിലേക്ക്, ആ ലോറിയുടെ അടുത്തേക്ക് അവർക്ക് ഊളിയിട്ട് ചെല്ലാൻ സാധിക്കാത്ത വിധത്തിലുള്ള വലിയ ഒഴുക്കായിരുന്നു ഗംഗാവാലി പുഴയിലുണ്ടായത്. മാത്രവുമല്ല ഇടയ്ക്ക് പെയ്ത മഴ വീണ്ടും അവരുടെ ദൃശ്യങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. കലങ്ങി മറിഞ്ഞ് കുത്തൊഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയാണ്. ചുവപ്പ് നിറമാണ്. അയണൂർ ഏറ്റവും കൂടുതൽ കണ്ടന്റുള്ള പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകളിലെ വെള്ളമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് രാത്രിയിൽ അതിൻ്റെ ഭംഗി മറ്റൊന്നാണെങ്കിലും ഇതൊരു ദുരന്തമുഖത്താകുമ്പോൾ ആ ഭംഗിയേക്കാൾ നമ്മളെ ഭീതിപ്പെടുത്തുന്നൊരു അന്തരീക്ഷമായത് മാറുന്നു. നമുക്കേറെ പ്രിയപ്പെട്ടതും ഏറ്റവും മനോഹരമായ കാഴ്ചകളിലും ദുരന്തം സംഭവിച്ചാൽ അത് ഏറ്റവും ഭയാനകമായ കാഴ്ചയെ മാറുമെന്നുള്ളതൊരു പ്രകൃതിത്വമായിരിക്കും. നമ്മളിപ്പോൾ പെട്ടിമുടി എന്ന് ഓർമ്മിക്കുന്നത് ഒരു കാഴ്ചയായിട്ടല്ല, ഒരു ദുരന്തമായിട്ടാണ്. നമ്മൾ ഇപ്പോഴും കവളപ്പാറ എന്ന് പറയുന്നത് മനോഹരമായ സ്ഥലമായിട്ടല്ല, ഒരു ദുരന്തഭൂമിയായിട്ടാണ്. അതുപോലെ ഷിരൂർ കുന്നുകൾ ഇടിഞ്ഞു വീണ് കിടക്കുന്ന ഈ പ്രദേശവും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ അവിടെ ആളൊഴിഞ്ഞ ഒരു സ്ഥലമായി മാറുന്നു. അതിൻ്റെ ഏകദേശം ഒരു 1 കിലോമീറ്റർ ചുറ്റളവിൽ ആൾത്താമസമില്ല എന്നതുകൂടി പ്രേക്ഷകർ ഓർമ്മിക്കണം. ഇത് മറുകരയിലല്ല, നമ്മുടെ ഈ ദുരന്തഭൂമിയുടെ 1 കിലോമീറ്ററോളം പൂർണ്ണമായും മനുഷ്യവാസമില്ലാത്ത മേഖലയാണ്. ഒരു ഭാഗത്ത് ഷിരൂർ കുന്നും മറുഭാഗത്ത് ഈ പുഴയുമാണ്, ഗംഗാവാലി പുഴയുമാണ്. ആളൊഴിഞ്ഞ ഒരു ദുരന്തമുഖത്താണ് ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.